ഹായ്, അസ്സലാമു അലൈക്കും. റജബ് മാസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇസ്ലാമിക കലണ്ടറിലെ 7ാമത്തെ മാസം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 വിശുദ്ധ മാസങ്ങളിൽ ഒന്നാണ് റജബ്. പുണ്യമായ റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് ഈ മാസം. കൂടുതൽ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാനും ഈ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. 7ാമത്തെ മാസമാണെന്ന് പറഞ്ഞു. എന്നാലും കൊല്ലത്തിൽ ബർക്കത്ത് തുടങ്ങുന്നത് റജബിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. റജബിലാണ് ബർക്കത്ത് തുടങ്ങുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബർക്കത്ത് എന്നാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാകുക എന്നല്ല, ഉള്ളതിൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കലാണ്. നമുക്ക് ലഭിക്കുന്നത് നമുക്ക് സന്തോഷം ലഭിക്കുന്നതായിരിക്കണം. അതാണ് ബർക്കത്ത്. റജബിന് ഷഹ്റു റജ്മ അഥവാ ആട്ടി ഓടിക്കുന്ന മാസം എന്ന് പറയാറുണ്ട്. വിശ്വാസികളെ തെറ്റിലേക്ക് നയിക്കുന്നതിൽ ഏറെ പണിയെടുക്കുന്ന പിശാചിനെ ആട്ടി ഓടിക്കുന്ന മാസം എന്നാണ് ചുരുക്കം. ജീവിതം റജബിന് കീഴിൽ ചിട്ടപ്പെടുത്താൻ ഈ മാസം സഹായകമാകട്ടെ. റജബിലെ ബർക്കത്തുകൾ ലഭ്യമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. കുടുംബബന്ധം ചേർക്കുക, ഇടപാടുകളിൽ സത്യസന്ധത ഉണ്ടാവുക, സദഖ വർദ്ധിപ്പിക്കുക, കാണുമ്പോൾ സലാം പറയുക, ബർക്കത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും വഴക്കടിക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുടുംബബന്ധം ചേർക്കുക. ഇടപാടുകൾ, റജബിൽ നടത്തുന്ന ഇടപാടുകൾ, വിൽപ്പനകൾ, കച്ചവടങ്ങൾ എല്ലാറ്റിലും സത്യസന്ധത ഉണ്ടാവുക. സദഖ വർദ്ധിപ്പിക്കുക, അതായത് ഒരു ദിവസം 1 രൂപയെങ്കിലും നമുക്ക് സദഖ നൽകാൻ കഴിയുക. അത് ദിവസവും നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ദിവസം 1 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. പിന്നീട് ഒരു ദിവസം ഒന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. ബർക്കത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. റജബ് പിറന്നാൽ റജബിലെ പ്രധാന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ. ഈ പ്രാർത്ഥന സദാ സമയവും ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ റജബിൽ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ബർക്കത്തുകൾ ജീവിതത്തിലും ജോലിയിലും സമ്പത്തിലും എല്ലാം